ഇപ്പോൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, എന്താണ് പത്തനംതിട്ടയിലെ ഒരു പൊതുചിത്രം? അവിടെ ഏതാണ്ട് സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉച്ചവരെ രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വോട്ടർമാരുടെ നീണ്ട നിര ഈ നട്ടുച്ചയ്ക്കുമുണ്ടോ? വിജയകുമാർ, വളരെ നല്ല രീതിയിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. സാധാരണ നിലയിൽ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത തരത്തിലുള്ള വോട്ടർമാരുടെ ഒരു വലിയ പങ്കാളിത്തം രാവിലെ മുതൽ എല്ലാ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചവരെ ഏതാണ്ട് 1 മണിവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ 45% പോളിംഗ് അടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു മലയോര മേഖല തന്നെയാണ്. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലുമുള്ള പോളിംഗ് ബൂത്തിൽ രാവിലെ 7 മണി മുതൽ ഏതാണ്ട് ഒരു 12 മണി വരെ വോട്ടർമാരുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. 12 മണിക്ക് ശേഷമാണ് കുറേയെങ്കിലും ആളുകൾ പോളിംഗ് ബൂത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങിയത്. ഇനിയിപ്പോൾ ഏതാണ്ട് ഈ വെയിലൊക്കെ താഴുന്ന മുറയ്ക്കായിരിക്കും ആളുകൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വരിക. ഇനിയിപ്പോൾ ഏതാണ്ട് 1:30 മുതൽ ഒരു 3:30 വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയില്ല. ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലൊന്നും വലിയ നീണ്ട നിര നമുക്ക് കാണാനൊന്നും കഴിയുന്നില്ല. ആളുകളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ചവും മയക്കമൊക്കെ മയങ്ങിയതിന് ശേഷം ഒരു 4 മണിയോടുകൂടി വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വരും. അങ്ങനെ വൈകിട്ട് 6 മണി വരെ ഒരു നീണ്ട നിര നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ വിവിധ മലയോര ഗ്രാമ നഗര മേഖലകളിലൊക്കെ ഉള്ള പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയും. അങ്ങേയറ്റം നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന മുനിസിപ്പാലിറ്റികളിലേക്കുള്ള നഗരസഭകളിലേക്കുള്ള ഒരു വോട്ടിങ്ങിന്റെ പാറ്റേൺ ആണ്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നഗരസഭകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ 4 നഗരസഭകളാണുള്ളത്. അതിലൊന്ന് പത്തനംതിട്ട, അടൂര്, തിരുവല്ല, പന്തളം. ഈ 4 നഗരസഭകളിൽ 2 CPM-ന്റെ ഭരണസമിതിയാണ് നിലവിലുള്ളത്. തിരുവല്ലയിലും പന്തളത്തും BJP-യും കോൺഗ്രസും ഭരിക്കുന്നു. അതിൽ പന്തളമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം. പന്തളത്ത് ഇതുവരെ ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം 50% മുകളിലേക്ക് പന്തളം മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് പോയിട്ടുണ്ട്. അത് അവിടെ ആര് ഭരിക്കും എന്നുള്ളതിന്റെ ദിശാസൂചികയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. കാരണം അവിടെ നിലവിൽ BJP ആണെങ്കിൽ പോലും BJP-യിൽ നിന്ന് ഭരണം തിരികെ പിടിക്കുമെന്ന് CPM-ഉം UDF-ഉം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 45% മുകളിലേക്ക് 50-ലേക്ക് അടുക്കുന്ന ഈ ഒരു പോളിംഗ് ശതമാനം ആർക്ക് ഭരണത്തിലേക്ക് എത്താനുള്ള ദിശാസൂചികയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പത്തനംതിട്ട എന്തായാലും അങ്ങേയറ്റം നല്ല രീതിയിൽ ഈ ജനവിധിയിൽ അവിടെ ഏതാണ്ട് 46.68 47% കടക്കുകയാണ് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.